Hello everyone, welcome back to my YouTube channel. I'm Neetu and I'm in Hiroshima right now. അപ്പോൾ ഹിറോഷിമയിൽ തന്നെ വേറൊരു ഐലൻഡ് ആണ് മിയാജിമ. മിയാജിമ ഇസ് കോൾഡ് സാങ്കെ. സാങ്കെ എന്ന് പറഞ്ഞാൽ 3 മോസ്റ്റ് സീനിക് പ്ലേസസ് ഇൻ ജപ്പാനിൽ ഒരെണ്ണാണ് ഈ മിയാജിമ ഐലൻഡ്. അപ്പോൾ മിയാജിമ ഐലൻഡിൽ ഞാൻ ഇതിന് മുന്നേ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ദിസ് ഇസ് മൈ 3rd ടൈം. പക്ഷെ ഇറ്റ്സ് റിയലി സ്പെഷ്യൽ. ഇവിടുത്തെ സൺസെറ്റ് ആണെങ്കിലും വ്യൂ ആയാലും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെ മിയാജിമയിലെ വിശേഷങ്ങൾ കാണിച്ചു തരാം. മിയാജിമ ഓൺ ഫെറി. നമ്മുടെ ബാക്കിൽ കാണുന്ന ഐലൻഡ് ആണ് മിയാജിമ. അവിടുന്ന് ഈ വരുന്ന ബോട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ അതുപോലത്തെ ഒരു ബോട്ടിലാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ആൾക്കാരുടെ കൂടെ ഫ്രീ ആയിട്ടുള്ള ജീവികളാണ് ഈ മാനുകളും. ഇവരുടെ ഹോൺസ് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ദ്രോഹിക്കാണ്ടിരിക്കാൻ വേണ്ടി വെട്ടിക്കളഞ്ഞേക്കാണ്. പക്ഷെ മേഘത ഇവിടെ മാൻ ഉറങ്ങാണോ? ചെറിയൊരു പേടിയില്ലാന്നില്ല. മിയാജിമേന്റെ വൺ ഓഫ് ദി എൻട്രൻസസിലാണ് ഇപ്പൊ നിക്കണത്. ഒരു മാനിന്റെ അടുത്തേക്ക് വരുന്നു. എന്റെ ഒന്നുമില്ല. മിയാജിമയുടെ എൻട്രൻസിലാണ് നമ്മളിപ്പോ നിക്കണത്. ഇവിടെ കുറെ തുരി ഗേറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം കാണാം. അപ്പൊ തുരി ഗേറ്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവമാണ്. ജപ്പാനിൽ നിങ്ങൾ എവിടെ ഫോട്ടോ കണ്ടാലും ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കാണാം. ഇതിനെ തുരി ഗേറ്റ്സ് എന്നാണ് പറയാ. അപ്പൊ മിയാജിമയിലെ വണ്ടർ തന്നെ ഈ തുരി ഗേറ്റ് കാണിക്കുന്നതാണ്. നമുക്ക് അവിടെയാണ് ഇത് മെയിൻ തുരി ഗേറ്റ് വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ജപ്പാനിൽ ഷ്രൈൻസ് ഒക്കെ ഉള്ള ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കോസ്പ്ലേ ചെയ്യുന്ന സാമുറായി ഫിഗേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ മേഘ അവസാനം വീഡിയോ ആണ് എടുത്തേക്കണേ. കിട്ടിയാ? പിന്നെ എവിടെ ചെന്നാലും ഫോട്ടോ മുഖ്യമായതുകൊണ്ട് മേഘതയെ നിർത്തി ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. ഇവിടുത്തെ സൺസെറ്റ് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ബീച്ച് ഭയങ്കര അടുത്താണ്. വാട്ടറൊക്കെ നല്ല ക്ലിയറും ആണ്. നാട്ടിലെ പോലെ അത്ര കുറച്ച് ഡേർട്ടി അല്ല. കുറച്ചുകൂടി ബ്ലൂയിഷ് കളർ വാട്ടർ ആണ്. പിന്നെ ഇവിടുന്ന് വ്യൂ നോക്കിയാലും നല്ല അടിപൊളിയാണ്. കുറെ പ്രാവശ്യം ഇവിടെ വന്നാലും എത്ര പ്രാവശ്യം വന്നാലും മതിയാവില്ല. ജപ്പാനിൽ എവിടെ പോയാലും ഒഴിച്ചുവിടാൻ പറ്റാത്ത 2-3 സാധനങ്ങളാണ് ഈ ഷ്രൈനും ഒത്തേറയും. ഈ കാണുന്ന സ്ട്രക്ചറാണ് ഇറ്റ്സുകുഷിമ ഷ്രൈൻ. കുറച്ച് മുകളിലോട്ട് കയറാനുണ്ട് ഇതിൻ്റെ അടുത്തേക്ക് പോകാൻ. ആഹായതുകൊണ്ട് നമ്മളിവിടെ വെൻഡിങ് മെഷീനില് കോള വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. എൻട്രൻസിന് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നല്ല തിരക്കായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് കുറച്ച് ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാല് ഇവിടെ നല്ല പീസ്ഫുൾ ആണ്. നമുക്ക് ഇങ്ങനെ ചെറിയൊരു വാക്കിലൊക്കെ വന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു തടാകവും പിന്നെ കുറെ ഇവിടെ മോമിജി എന്ന് പറഞ്ഞിട്ട് ഒരു ട്രീ ഉണ്ട്. അപ്പൊ ജപ്പാനില് ജാപ്പനീസ് വേർഡാണ് ഈ മോമിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓട്ടത്തില് കൊഴിയുന്ന ആ ഒരു മേപ്പിൾ ലീഫിന്റെ ഷേപ്പിലുള്ള ട്രീനെയാണ് ഇവിടെ മോമിജി ട്രീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മൊത്തം മോമിജി ട്രീസ് ആണ്. അപ്പൊ ഓട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഹിറോഷിമ കാണാൻ വേറെ തന്നെ ഒരു ഭംഗിയാണ്. ബിക്കോസ് ഫുള്ളി യെല്ലോ, റെഡ്, ഓറഞ്ച് ആയിരിക്കും ഇവിടുത്തെ കളേഴ്സ്. ഇപ്പോൾ സ്പ്രിംഗ് ടു സമ്മർ സീസൺ ആയതുകൊണ്ട് ഫുള്ളി ഗ്രീൻ ആണ്. ബട്ട് സ്റ്റിൽ ഇവിടെ കുറച്ചും കൂടി തിരക്കൊക്കെ ഒഴിഞ്ഞ് നല്ല രസമാണ് ഇങ്ങനെ ചുമ്മാ നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഗ്രിൽഡ് ഓയിസ്റ്റേഴ്സ് ഒക്കെ കഴിക്കാന്ന് വിചാരിച്ചിരിക്കരുത്. ഇവിടെ ഡിയേഴ്സ് പച്ചക്കറി മാത്രം കഴിക്കുള്ളൂ. പക്ഷെ ഇവിടുത്തെ ഡിയേഴ്സ് ഐസും കഴിക്കും, ടിഷ്യൂവും കഴിക്കും, എന്ത് കൊടുത്താലും കഴിക്കും. പിന്നെ ഒരു പെണ്ണിന്റെ ബാഗിന്റെ ഉള്ളിലേക്ക് തലയിട്ട്, അത് നല്ല ലൂയി വിത്തോണിന്റെ ബാഗാണ്, അതിന്റെ ഉള്ളിലേക്ക് തലയിട്ടിട്ട് അത് ഫുൾ ആക്രമിച്ചെടുക്കുന്നുണ്ടായി. അപ്പോൾ അങ്ങനത്തെ കുറച്ചും കൂടി ഒരു എപ്പോഴും ഹ്യൂമൻസിനെ കാണുകൊണ്ട് അത്ര പേടിയില്ല. കുറച്ചും കൂടി അഗ്രസീവ് ബിഹേവിയർ ഇവർക്ക് ഉണ്ട് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇങ്ങനത്തെ കുറെ സ്റ്റോൾസ് നമുക്ക് കാണാൻ പറ്റും ഫുഡിന്റെ. അപ്പോ ഇവിടെ നമുക്ക് ഡിഫറെന്റ് സാധനങ്ങൾ കാണാം. ഇത് ബനാന ചോക്ലേറ്റിൽ മുക്കി അതിന് മുകളില് മറ്റേ ബർത്ത്ഡേ ഡെക്കറേഷൻ ഇട്ടേക്കുന്നതാണ്. ഇതെന്താണ്? ഇത് ഗ്രിൽഡ് ചിക്കൻ, ഗ്രിൽഡ് പോർക്ക്, ഗ്രിൽഡ് ബീഫ്, ഇത് ഗ്രിൽഡ് ടങ്. എന്തിന്റെ ടങ്കാന്ന് അറിയില്ല, പക്ഷെ ഇത് ഗ്രിൽഡ് ടങ് ആണ്. ഇത് ഗ്രിൽഡ് സ്ക്വിഡ്.
ഇവിടെ ഇക്ക എന്നാണ് പറയാ. ഇതും ഗ്രിൽഡ് സ്ക്വിഡ് ആണ്. ഇത് ഒക്ടോബസിന്റെ ഒരു ഡിഷാണ്. പെട്ടെന്ന് നാട്ടിലെ നാരങ്ങ വെള്ളം കുടിക്കാൻ കൊതി വന്നു. ശ്രീലക്ഷ്മി, നാട്ടിലെ നാരങ്ങ വെള്ളമാണോ ഓർഡർ ചെയ്തേക്കണേ? നമ്മുടെ സ്പെഷ്യൽ ഹണി ലെമൺ സോഡ. ഓ, കാണിക്ക്. ഇതാണ് ഹണി ലെമൺ സോഡ. നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെ പ്രതീക്ഷ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വാങ്ങിച്ച സാധനമാണ്. എടാ, ഇവിടെ എക്സ്പെൻസീവ് ആണ് ഇങ്ങനത്തെ ഷോപ്സിലൊക്കെ. ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കട്ടെ. ഓക്കെ, പ്രതീക്ഷ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഇവിടുത്തെ വേറൊരു ഷ്രൈൻ ആണ്. ഇതും കുറച്ച് മുകളിലോട്ട് ഹൈക്ക് ഉണ്ട് ഇവിടെ. പക്ഷെ 5 മണി ആയതുകൊണ്ട് ഇത് അടഞ്ഞു പോയി, ടൈം കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ ഇങ്ങനെയാണ് ഇതിന്റെ എൻട്രൻസ് കാണാൻ. ഉള്ളിലേക്ക് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആണ്. കുറച്ച് ഹൈക്ക് ഉണ്ട്. ജപ്പാനിൽ വന്നാൽ പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിവസം ഒരു 27,000 സ്റ്റെപ്സ് എങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നടക്കേണ്ടി വരും. ചേട്ടനെ കൊണ്ട് ഇപ്പോൾ അവർ 4ാമത്തെ പ്രാവശ്യമാണ് ആ ഫോട്ടോ എടുപ്പിക്കണേ. ഇനി ആ ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ചിലപ്പോൾ വീണ്ടും എടുക്കാൻ പറയും. ചേട്ടൻ്റെ ഭാഗ്യം അനുസരിച്ചിരിക്കും അത്. ഓ, അവർക്കത് ഇഷ്ടപ്പെട്ടു ഫൈനലി. നിങ്ങൾക്ക് എന്നെ മുകളിലുള്ള ഈ ഒരു മൗണ്ടൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതിന് മൗണ്ട് മിസൻ എന്നാണ് പറയാ. മിയാജിമയിലെ ഒരു എന്താ പറയാ ഒരു സ്പോട്ടാണ് ഈ മൗണ്ട് മിസൻ. ഇവിടെ മുകളിലേക്ക് ഒരു റോപ്പ് വേ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഓട്ടത്തിലാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ഈ മോമിജി ലീവ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട്. അപ്പം ഇപ്പൊ ഈ പ്രാവശ്യം നമ്മൾ പോണില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഓട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ചും കൂടി സമ്മർ ആയതുകൊണ്ട് ആ ഒരു എന്താ പറയാ യുണീക്ക് ബ്യൂട്ടി നമുക്ക് കിട്ടില്ല. പക്ഷെ ആ കാണുന്നതാണ് മൗണ്ട് മിസൻ. ഇറ്റ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്പോട്ട്സ് ഇൻ മിയാജിമ. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് വാങ്ങാൻ വന്നേക്കാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഇവിടുത്തെ മോമിജി ലീവ്സിൻ്റെ ഷേപ്പിലുള്ള ഒരു സ്വീറ്റാണ്. ഇതിനകത്ത് ചീസാണ്. അത് നീദൂസാൻ ഓർഡർ ചെയ്തതാണ്. ഞാനതുപോലെ ഇതിനകത്ത് റെഡ് ബീൻ്റെ ഒരു സ്വീറ്റ് വരുന്നത് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആ ഷേപ്പിലായിരിക്കും ലീഫ് ഉണ്ടാവാം. മോമിജിയുടെ ഷേപ്പ്, ഈ ഷേപ്പാണ് ലീഫിന് വരിക. ഇതാണ് ഞാൻ വാങ്ങിച്ച സ്വീറ്റ്. ഇതിനകത്ത് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ റെഡ് ബീൻ പേസ്റ്റ് ആണ്. അപ്പോൾ ഇതിന് ഇവിടെ ആങ്കോ എന്നാണ് പറയുക. അതുപോലെ ഇവിടുത്തെ ഒട്ടുമിക്ക ഏത് സ്വീറ്റ് എടുത്തു കഴിഞ്ഞാലും ആങ്കോ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. പിന്നെ അത് ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ചൂടും ആ ക്രിസ്പിനെസ്സും. ഇതാ ഈ അകത്ത് കാണുന്നതാണ് ആ റെഡ് ബീൻ പേസ്റ്റ്. ഓക്കെ, ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന മോമിജി സ്വീറ്റ് ചീസിൻ്റെ ഫ്ലേവറാണ്. എനിക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തു. ചീസ് സ്പൂൺ ഉണ്ടായോ? ഇത് അടിപൊളിയാണ്. സോ ഗുഡ്. ഇത് ഇവിടുത്തെ മെയിൻ ടെമ്പിൾ ആണ്. അപ്പം ഇതിന്റെ ഉള്ളിൽ കയറാൻ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്. ഓൾമോസ്റ്റ് 300 yen ആണ് വരിക. അപ്പൊ ഇത് ഐലൻഡിലായതുകൊണ്ട് ഇവിടെ കുറച്ച് ഇവിടെ വെള്ളത്തിന്റെ ലെവൽ കൂടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇത് പില്ലേഴ്സുമെയാണ് ഈ ടെമ്പിൾ അവർ സ്ഥാപിച്ചേക്കണേ. അപ്പം വെള്ളം വരുന്ന സമയത്തും ഉണ്ട്, അല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള സമയത്തും ഉണ്ട്. ഇതിപ്പോ കുറച്ചുകൂടി സ്പ്രിംഗ് ടു സമ്മർ ആയതുകൊണ്ട് ഇപ്പൊ ഡ്രൈ ക്ലൈമറ്റ് ആണ് ഇവിടെ. ഇതാണ് ദ മെയിൻ തൊറി ഗേറ്റ് ഓഫ് മിയാജിമ ഐലൻഡ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ജപ്പാനിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറയുന്നത്. ഇൻസ്പയർ ആയിട്ട് ഇപ്പൊ ശ്രീലക്ഷ്മിയും പോസ്റ്റ് കാർഡ് കളക്ഷൻ തുടങ്ങിയിരിക്കുകയാണ്. ശ്രീലക്ഷ്മി ഏത് പോസ്റ്റ് കാർഡാണ് സെലക്ട് ചെയ്തേക്കണേ? ഇത് മിയാജിമയുടെ ഒരു നൈറ്റ് വ്യൂ ആണ്. ഓ, നൈറ്റ് വ്യൂ. ഇത് തൊറി ഗേറ്റിന്റെ. ഓക്കെ. ഓ, നൈറ്റ് വ്യൂ അടിപൊളിയാണ്. നമ്മൾ എന്തായാലും നൈറ്റിന് മുന്നേ പോവും. ബട്ട് സ്റ്റിൽ നൈറ്റ് വ്യൂ അങ്ങനെയാണ് കാണാൻ. ഇത് രണ്ടും ഞാൻ വാങ്ങിക്കാൻ പോകും. വൺ ഓഫ് ദി ലൈക്ക് മിയാജിമ പോകുമ്പോൾ എല്ലാവരും പറയും അവിടുത്തെ ഗ്രിൽഡ് ഓയിസ്റ്റേഴ്സ് കഴിച്ചു നോക്കണം. ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ ഗ്രിൽഡ് ഓയിസ്റ്റേഴ്സ്.
നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഗാർലിക് ബട്ടർ ഗ്രിൽഡ് ഓയിസ്റ്റേഴ്സ് ആണ്. നിങ്ങൾ ഉസ്താദ് ഹോട്ടലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഗ്രിൽഡ് ഓയിസ്റ്റേഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ആ സിനിമയിലല്ലേ അത് കാണിക്കണത്. അപ്പം ഞാൻ ഒരെണ്ണം ഞാൻ മുന്നും കഴിച്ചിട്ടുണ്ട്. ട്രൈ നോക്കാം. So good. So juicy. ലക്ഷ്മി ധൈര്യശാലിയായിട്ട് മാനിന്റെ കൂടെ പോസ് ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റണത്. മാനൊന്നും അറിയാണ്ട് ഉറങ്ങണോണ്ട് കുഴപ്പമില്ല. ശ്രീലക്ഷ്മി റൺ. ഹിരോഷിമയിൽ നടക്കുമ്പോ we saw our friend Priscilia. Say hi. Thank you so much. അപ്പൊ അത് നമ്മൾ തീരെ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുമ്പോ ആൾക്കാരെ പെട്ടെന്ന് കണ്ടുമുട്ടെങ്കിലും ജപ്പാനിൽ വെച്ച് അറിയണ ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടത് വിചാരിച്ചില്ല. So we are so happy on that. Bye. മിയാജിമയുടെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഹിരോഷിമയിലേക്ക് തിരിച്ചു പോവാണ്. ഹിരോഷിമയിലേക്ക് തിരിച്ചു പോകുന്നതും ഈ ഫെറിയിൽ തന്നെയാണ്. എൻ്റെ ബാക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് സൺസെറ്റ് കാണാം. ഇവിടുത്തെ ബ്യൂട്ടിഫുൾ സൺസെറ്റാണ്. ശരിക്കും നമ്മൾ പടമൊക്കെ വരയ്ക്കുമ്പോൾ മൗണ്ടൻ്റെ നടുവിൽ സണ്ണ് കൊണ്ട് വെക്കില്ലേ, അതുപോലെ തന്നെ ഇവിടുത്തെ സൺസെറ്റ് കാണാൻ വേണ്ടി. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ ഫ്രം മിയാജിമ ആൻഡ് ഹിരോഷിമ.